കുവൈറ്റിൽ ഇറാന്റെ ആക്രമണത്തിൽ മരിച്ചത് തമിഴ്നാട് സ്വദേശി സന്താന സെൽവമാണ് മരിച്ചത്. വൈദ്യുതി നിലയങ്ങളും കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണത്തിലാണ് മരണം സ്ഥിരീകരിക്കുന്നത്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ്. സുരേഷ്, ഇപ്പോൾ എത്ര വലിയ ആക്രമണമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അതിനപ്പുറത്തേക്ക് ഉള്ള സംഭവങ്ങൾ, ഒപ്പം തന്നെ നിലവിലെ എവിടങ്ങളിലൊക്കെയാണ് ഈ ആക്രമണ ശ്രമങ്ങൾ തുടരുന്നത്? അക്ഷയ, മുൻപ് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു ഭീഷണി ഉണ്ടായിരുന്നു. കൃത്യമായി അമേരിക്കയിൽ നിന്നും ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഗൾഫ് രാജ്യങ്ങളിൽ നൽകും. ഗൾഫ് രാജ്യങ്ങളിലെ കുടിവെള്ള വിതരണവും വൈദ്യുതി വിതരണവും തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു ഇറാന്റെ ഭീഷണി. ആ ഭീഷണി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടൊക്കെയാണ് ഇവിടെ നമുക്കൊക്കെ കുടിക്കാൻ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജലശുദ്ധീകരണ കേന്ദ്രവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് വല്ലാത്ത പ്രതിസന്ധിയാകും. അത്തരത്തിലൊരു ആക്രമണമാണ് ഇപ്പോൾ കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ളത്. കുവൈറ്റിൽ ഷുവൈബ് നഗരത്തിലെ കുടിവെള്ള ശുദ്ധീകരണ വൈദ്യുതി വിതരണ കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഓഫീസ് കെട്ടിടത്തിന് നേരെയായിരുന്നു ആക്രമണം. അവിടെ ജോലി ചെയ്തിരുന്ന തമിഴ്നാട് രാമനാഥപുരം സ്വദേശി, കൊളത്തൂർ സ്വദേശി സന്താന സെൽവമാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. വർഷങ്ങളായിട്ട് അദ്ദേഹം അവിടെ കരാർ ജീവനക്കാരനായി ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് ഇപ്പോൾ കുവൈറ്റിൽ നിന്നും അറിയിക്കുന്നത്. UAE-യിലും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നു. നമുക്ക് പുലർച്ചെ 3:30-ക്കൊക്കെ ഉഗ്ര സ്ഫോടന ശബ്ദം കേൾക്കാമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒക്കെ മൊബൈൽ അലർട്ടുകളും നമുക്ക് വന്നിരുന്നു. മിസൈൽ ആക്രമണം പ്രതിരോധിക്കുന്നുണ്ട്, ഉഗ്ര സ്ഫോടനം കേൾക്കും, ആശങ്കപ്പെടേണ്ടതില്ല, ആളുകൾ സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്നുള്ളതായിരുന്നു ആ മുന്നറിയിപ്പ്. അത്തരത്തിൽ ശക്തമായിട്ടുള്ള ആക്രമണം UAE-ക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. ബഹ്റൈൻ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടെ രാത്രികാല കടൽ യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 4 മണി വരെ ഒരു തരത്തിലുള്ള കപ്പലുകളോ അല്ലെങ്കിൽ ബോട്ടുകളോ ഒന്നും സർവീസ് നടത്തരുത് എന്നുള്ളതാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് മറ്റ് ഈ സൗദി അറേബ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പല മേഖലകളും കേന്ദ്രീകരിച്ച് ഇപ്പോഴും ആക്രമണം തുടരുന്നു. ഏതായാലും കൂടുതൽ ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ള സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അക്ഷയ്.